First of all, we are giving you a small picture of the instruments that we are using in our studio room. This is the BenQ projector, which is used to project the data on the screen. This is the mic, which is used to project our voice, amplify our voice. This is the tripod that we are using to hold the ring light, and this one is the ring light that is used to light the studio, and this is the headphone, and this is the camera holder, and this one is the laptop and the speakers that are present in our studio. The topic is economic inequality and eradication program. Economic inequality, income inequality, economic resources unequal distribution, income inequality. For example, in the family, monthly and annually income. That's the family income. Difference in socially, society, economically, high level Ambani, Adani, billionaires, millionaires, average socially, society, economically, and എല്ലാവരെയും ഒരേ ലെവലിൽ കൊണ്ടുവരിക എന്നത് നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയനുസരിച്ച് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് ഒരു മിക്സഡ് എക്കണോമിയാണ്. ആ മിക്സഡ് എക്കണോമിയിൽ ക്യാപിറ്റലിസം ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യലിസവും ഉണ്ട്. ഇവിടെ ക്യാപിറ്റലിസം പറഞ്ഞാൽ മുതലാളിത്തവും അതുപോലെ തന്നെ സോഷ്യലിസവും പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഞങ്ങളുടേത്. അപ്പോൾ ഇപ്പം ഒരു പക്ഷേ സോഷ്യലിസം മാത്രമുള്ള ഒരു എക്കണോമിയാണ് നമ്മളുടേതെങ്കിൽ നമുക്കൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഡിഫറൻസ് നമ്മുടെ ഇൻകത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവരും അവിടെ ഈക്വൽ ആയിരിക്കും. കഴിവിനനുസരിച്ചുള്ള ജോലിക്കനുസരിച്ചുള്ള കൂലി എന്നൊരു ആശയമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഒരു മിക്സഡ് ഇക്കണോമിയാണ് എന്നുള്ളതാണ് ഒരു കാര്യം. ഇതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. ഇപ്പം ബില്യണേഴ്സിൻ്റെ കയ്യിലുള്ള ഒരു പണം അതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ അർഹതയില്ല. കാരണം അവരവരുടെ കഴിവും അവരുടെ ബിസിനസ്സും കൊണ്ട് അവർ നേടിയെടുത്ത പണമാണത്. എന്നാൽ അടിസ്ഥാനമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലിപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാവും. നാടൻ ജോലികൾ ചെയ്യുന്ന ആൾക്കാർ ഒരു ദിവസം തന്നെ ഒരു മെയിലും അതുപോലെ തന്നെ ഒരു ഫീമെയിലും രാവിലെ 9 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്യുകയാണ്. ഇവരുടെ അധ്വാനം സെയിം ആയിരിക്കാം, ഇവർ ജോലി ചെയ്യുന്ന സമയം സെയിം ആയിരിക്കാം, പക്ഷേ ഇവർക്ക് കിട്ടുന്ന കൂലി മാത്രം ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരു മെയിലിനാണെങ്കിൽ ഒരു ദിവസം 1000 മുതൽ 1500 രൂപ വരെ കൊടുക്കുന്നതും അതേ സമയം ഒരു ഫീമെയിലിനാണെങ്കിൽ 500 രൂപ മുതൽ 1000-ത്തിനടുത്ത് പോലും എത്തുന്നില്ല, 500 രൂപ മുതൽ ഒരു 700-800 രൂപ വരെ മാത്രം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിനൊന്നും യാതൊരുവിധ നിയമങ്ങളോ നടപടികളോ ഒന്നുമില്ല. ഇതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത്. ഇതൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു വെച്ചതാണ്. നമുക്കിനി ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇക്കണോമിക്കലി ഇന്ത്യ വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതിൽ സാമ്പത്തിക അസമത്വം തന്നെ ഹൈ ലെവലിലാണ് ഉള്ളതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഇപ്പം ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും അധികം സാമ്പത്തിക അസമത്വം കൂടിയ കൺട്രീസിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. 1ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്കയാണ്, 2ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യക്ക് ഉള്ളത് എന്നാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സമ്പത്ത് ഒരു 100% കണക്കാക്കുക. ആ 100%-ൽ 80% വരുന്ന സമ്പത്തും ഒരു 20% വരുന്ന ഒരു ചെറിയ ജനസംഖ്യയുടെ കയ്യിലായിട്ട് ഒതുക്കുന്ന അവസ്ഥ. നേരെ മറിച്ചിട്ട് ബാക്കിയുള്ള 20% സമ്പത്ത് 80% പോകുന്ന വലിയൊരു ജനവിഭാഗത്തിൻ്റെ കയ്യിലായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിൻ്റെയൊക്കെ പാർശ്വഫലം, ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും അതേപോലെ സമ്പന്നരുടെ കയ്യിൽ പണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണാം. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ. ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഇന്ത്യ കുറച്ചും കൂടി ഇക്കണോമിക്കലി ഡെവലപ്പ് ആവുക, ഇനീക്വാലിറ്റി കുറക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതിന് നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പരിശ്രമിച്ചേ പറ്റും.